ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻവലപ്പ് ഡിസ്ട്രക്റ്റ് ആണ്. അപ്പോൾ ലിസ്റ്റായിട്ടിനകത്ത് എൻവലപ്പ് ഡിസ്ട്രക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യും നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 3 ഒബ്ജക്റ്റുകളാണ് എൻവലപ്പ് ഡിസ്ട്രക്റ്റിനകത്ത്: മേക്ക് വിത്ത് റാപ്പ്, മേക്ക് വിത്ത് മെഷ്, മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ്. അപ്പോൾ ആദ്യം താഴെ നിന്ന് നമുക്ക് തുടങ്ങാം. മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ലവ് സിമ്പിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചേക്കാം. മാറ്റി വെച്ച ശേഷം നിങ്ങൾക്കിത് വരച്ചെടുക്കാം, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് എന്തെങ്കിലും കോപ്പി ചെയ്ത് വെച്ച ശേഷം നിങ്ങൾക്ക് പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് മുകളിൽ കൂടെ വരച്ചാലും മതിയാകും. അപ്പോൾ ആ ഷേപ്പ് നമുക്ക് വേണം, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ വരയ്ക്കുന്ന ഷേപ്പിനനുസരിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ടെസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ ഷേപ്പിനനുസരിച്ച് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലവിനെ സ്ലൈസ് ചെയ്യുകയാണ്, കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ചിട്ടും കട്ട് ചെയ്യാം. പെൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ നിങ്ങൾ വരച്ച് കൊടുത്ത ശേഷം, അതായത് ആ ഒരു ആർക്ക് പോലെ വരച്ചിട്ട് അതിനെ എല്ലാത്തിനെയും കൂടെ സെലക്ഷൻ ചെയ്തിട്ട് ഡിവൈഡ് കൊടുത്താൽ മതിയാകും. പാത്ത് ഫൈൻഡറിനകത്തുനിന്ന് സ്ലൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചുമ്മാ എന്ത് ചെയ്യും, നമ്മൾ റഫായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, വരച്ച് വിട്ടാൽ മതിയാകും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് വരയ്ക്കാം. അപ്പം ഞാനിവിടെ ഇതാണ് യൂസ് ചെയ്തത്. റഫായിട്ടൊന്ന് വരച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ലെയറിനകത്ത് പോയി കഴിഞ്ഞാൽ 3 സ്ലൈസായിട്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കൊടുക്കേണ്ട കണ്ടൻറ്റുകൾ എന്ത് ചെയ്യുക, ഇവിടെ കാണിക്കുക. അപ്പം ഞാനിവിടെ കാണിക്കുന്ന കണ്ടൻറ്റ് GFX man എന്നുള്ള രീതിയിലാണ് ഞാൻ ക്യാപ്ചർ കൊടുത്തേക്കാം. അപ്പോൾ അത് അത്യാവശ്യം ബ്ലാക്ക് ബോർഡിൽ കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് കൊടുത്തു. ഞാൻ ഈ ഒരു ഫോണ്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോപ്പി ഞാൻ ഇവിടെ എടുത്ത് വെക്കുകയാണ്, കാര്യം ഒരേ സൈസിൽ തന്നെ കാണിക്കാനൊക്കെ ആയിട്ട്. അതിൻ്റെ കോപ്പി വെക്കുന്നു. കൊടുത്തു. അപ്പോൾ 3 ടെസ്റ്റായിട്ട് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ടെസ്റ്റ് അധികം വന്നു. ഓക്കെ, ഓക്കെ, 3 ടെസ്റ്റ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ടെസ്റ്റിനും ഓരോ ഷേപ്പിനകത്തോട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ടെസ്റ്റ് സെലക്ഷൻ ചെയ്യുക. ടെസ്റ്റ് എപ്പോഴും നിങ്ങൾ ഒരു ക്യാപ്സ് ലോക്കിൽ യൂസ് ചെയ്യാൻ നോക്കുക, എന്നാലേ കാണാൻ കുറച്ചുകൂടെ ഭംഗി വരുള്ളൂ. അതുപോലെ തന്നെ ബ്ലാക്ക് ബോൾഡ് ഫോണ്ട് യൂസ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സെലക്ഷൻ ചെയ്യുന്നു. ആദ്യത്തെ ഷേപ്പിനകത്തോട്ട് അതും സെലക്ഷൻ ചെയ്യാനായിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതിയാകും, സെലക്ഷൻ ആകും. അതെങ്ങനെ നമുക്ക് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയാൽ GFX മാൻ്റെ അവിടെയും ഇവിടെ ബ്ലൂ കാണിക്കുന്നതായിട്ട് കാണാം. ലെയറിനകത്ത് പാത്തിനകത്ത് ഇവിടെ ബ്ലൂ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ്, അതുകൊണ്ടാണ് ഇത് സെലക്ഷനായി കിടക്കുന്നത്. അതിനുശേഷം ഒബ്ജക്റ്റ് എൻവലപ്പ് മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ്, ഇത് കൊടുക്കാൻ നേരം ഇത് വരില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ GFX man എന്ന് പറയുന്ന എഴുതിയേക്കുന്ന ടെസ്റ്റ് ഈ പാത്തിന് താഴെ കിടക്കണം. എന്ന് വെച്ചാൽ ഇതിനെ സെലക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് ഇതിനടിയിലേക്ക് ഇട്ടേക്കുക. അതിനുശേഷം ഇപ്പോൾ താഴെയാണ് ഇവിടെ കിടക്കുന്നത്, നോക്കി കഴിഞ്ഞാൽ കാണാം ഒബ്ജക്റ്റ് എൻവലപ്പ് മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ്. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പിനനുസരിച്ച് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഈ വിത്ത് ലവും എന്ത് ചെയ്യണം, ഇതിന് താഴെ തന്നെ കിടക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിന് തൊട്ട് താഴെ തന്നെ കിടക്കണമെന്നില്ല, ഏറ്റവും പിടിച്ച് താഴെ ഇട്ടാലും മതിയാകും. അപ്പോൾ ഏറ്റവും താഴെ ഞാൻ കൊണ്ടിട്ടു, ലവ് ഏറ്റവും താഴെ കൊണ്ടിട്ടു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സെലക്ഷൻ ചെയ്യുന്നു. 2 സെലക്ഷൻ ചെയ്തിട്ട് ഒബ്ജക്റ്റ് എൻവലപ്പ് മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ് സെയിം അതുപോലെ ഓപ്ഷൻ തന്നെ കൊടുക്കാൻ നേരം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേ ഷേപ്പിൽ, ആ ഷേപ്പ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഷേപ്പിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ ടെസ്റ്റ് അങ്ങനെ വരുന്നു. അതാണ് എൻവലപ്പ് ഡിസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത ബ്ലെൻഡ് ഓപ്ഷൻ ഇവിടെ നിന്ന് വർക്ക് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് മിനുക്കിയെടുക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വേറെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചതേ ഉള്ളൂ. മിനുക്കിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേറെ ഒരുപാട് ചാനലുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ ചെയ്യാനായിട്ട് എൻവലപ്പിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. എൻവലപ്പ് ആ ഒരു ഓപ്ഷനിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനൊന്നും വർക്കാവില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, നമ്മളതിന് അതിൽ നിന്ന് വെളിയിലെടുക്കണം. അതിനായിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് യൂസ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് എക്സ്പാൻഡ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ സെലക്ഷൻ ചെയ്യുന്നു, ഒബ്ജക്റ്റ് എക്സ്പാൻഡ് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ നിന്ന് ബ്രേക്ക് ആയിട്ട് വരും. അതാണ് ഇപ്പോൾ ഗ്രൂപ്പായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ വന്ന ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് മാറ്റി വെക്കുന്നു. അതിനുശേഷം ഇതിനെ എന്ത് ചെയ്യാം, നമുക്ക് ഒറ്റ ഗ്രൂപ്പാക്കാം. 3 ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിനെന്ത് ചെയ്യുന്നു, ഒറ്റ ഗ്രൂപ്പാക്കാം. ഒബ്ജക്റ്റ് ഗ്രൂപ്പ് കൊടുക്കുക.
അതെല്ലാം Ctrl+G കൊടുത്താലും മതിയാകും. അല്ല റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടും കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ കോപ്പി എടുക്കുന്നു, ഇങ്ങോട്ട് വെക്കുന്നു. അതിനെ എന്ത് ചെയ്യുന്നു, ചെറുതാക്കുന്നു. ചെറുതാക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന് കളർ മാറ്റാം. ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക. അപ്പോൾ അതിലോട്ട് ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളറാണ്, കുഴപ്പമില്ല. സെലക്ഷൻ ചെയ്യുക. സെലക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് ബ്ലെൻഡ് ബ്ലെൻഡ് ഓപ്ഷനകത്ത് പോകുന്നു. സ്മൂത്ത് കളർ കൊടുത്ത് ഓക്കെ കൊടുത്ത ശേഷം ഒബ്ജക്റ്റ് ബ്ലെൻഡ് മേക്ക് ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ കൊടുക്കാൻ നേരം ഇത് ഇങ്ങനെ മാറുന്നതായിട്ട് കാണാം. ഇതിപ്പോൾ ഒരു കാര്യമുള്ളത്, ഇതിപ്പോൾ താഴെയാണ് കിടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ചെയ്തതിനകത്ത് ഞാൻ ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ച് നമ്മൾ ചെയ്യാൻ നേരം ഈ ഗ്രൂപ്പിനകത്ത് ഫസ്റ്റ് കിടക്കുന്ന മുകളിൽ കിടക്കുന്ന ലെയറിനനുസരിച്ച്, അപ്പോൾ ഇതിൽ നിന്നാണ് ഇങ്ങോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ GFHman അടുത്ത് വന്ന് താഴെ പോയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ പിടിച്ച് തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അടിയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ബ്ലെൻഡ് മേക്ക് കൊടുക്കാൻ നേരം നേരെ തിരിച്ചെടുപ്പ് കണ്ടു, ഇതിനടിയിലായിട്ടാണ് പോയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് വരും. അങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് റിവേഴ്സ് കളർ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒബ്ജക്റ്റ് ഇനി എന്ത് ചെയ്യുന്നു, കുറച്ച് ബ്ലെൻഡിൻ്റെ സ്റ്റെപ്പ് നമുക്ക് കൂട്ടി കൊടുക്കാം. സ്മൂത്ത് കളർ മാറ്റി സ്റ്റെപ്സ് എന്ത് ചെയ്യുന്നു, ഒന്നാണ് കിടന്നിരുന്നത്. അതുകൊണ്ടാണ് ഒറ്റ സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. ഒരു 100 കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഒബ്ജക്റ്റ് അടുത്തത് ഇതിനകത്തുനിന്ന് കളർ മാറ്റി കൊടുക്കാം. കളർ മാറ്റുന്നതിന് മുമ്പേ ഇതിനൊന്ന് സെൻറ്ററാക്കി കൊടുക്കാനായിട്ട് ഇതിങ്ങനെ ചരിഞ്ഞല്ലേ പോയിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബ്ലെൻഡിനകത്ത് കയറി കഴിഞ്ഞാൽ 2 എണ്ണം ഉണ്ട്, ആ റെഡും ബ്ലാക്കും ഉണ്ട്. ഷിഫ്റ്റ് ഹോൾഡിന് സെലക്ഷൻ ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സെൻറ്ററാക്കി കൊടുത്ത് കറക്റ്റ് നടുക്ക് വന്ന് കിടക്കും. അപ്പോൾ ആ GFHman എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ നേരെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ആയി പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ഇതിൻ്റെ കളർ നമുക്ക് മാറ്റാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് ഈ ഫ്രണ്ടിൽ കിടക്കുന്നതിനെ ഒന്ന് സെലക്ഷൻ ചെയ്ത ശേഷം അതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ പോവുകയാണ്. ഒബ്ജക്റ്റ് എഡിറ്റ് കോപ്പി എഡിറ്റ് പേസ്റ്റ് ഇൻ പ്ലേസ് കൊടുക്കുക. അപ്പോൾ അതേ സ്ഥലത്ത് തന്നെ വരും പേസ്റ്റ് ഇൻ പ്ലേസ്. ആ ഫ്രണ്ടിൽ കിടക്കുന്ന GFHman അതേ സ്ഥലത്ത് തന്നെ വരും. അതിനുശേഷം ഞാൻ വേറൊരു കളർ കൊടുക്കുകയാണ്, റെഡ് ഞാൻ കൊടുക്കുകയാണ്. കേട്ടോ, നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ സെയിം സാധനം തന്നെ ബാക്കിലോട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ആയി പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോക്കൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ നമുക്ക് പറ്റും. പിന്നെ എൻ്റെ വീഡിയോ ഒരുപാട് നമ്മൾ ലെങ്തി ആക്കുന്നില്ല, അപ്പം ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ബ്ലെൻഡ് എൻവലപ്പ് ഡിസ്ട്രോക്റ്റും ബ്ലെൻഡും കൂടെ എങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഇതിനകത്ത് കാണിച്ച്. ഇനിയിപ്പോൾ അടുത്തും കൂടെ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് രണ്ടാമത്തെ എന്താണ് എൻവലപ്പിനകത്ത് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അതിനായിട്ട് ഒബ്ജക്റ്റിനകത്ത് എൻവലപ്പിനകത്ത് മേക്ക് വിത്ത് മെഷാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ടാണ് ഈ ഒരു കാറിൻ്റെ ഇമേജ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ഇതെന്താണെന്നുള്ളത് ഈ വീഡിയോക്കകത്തോടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിനായിട്ട് ഈ കാറിൻ്റെ ഇമേജ് ഞാൻ എന്ത് ചെയ്യുന്നു, ലെയറിനകത്ത് ഞാൻ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലുള്ളത് ഈ കാറിൻ്റെ രൂപത്തിൽ ഞാൻ ഷേപ്പ് വരച്ച് വെച്ചിരിക്കുകയാണ് ഏകദേശം. ഇതൊരു ടൈപ്പോഗ്രഫിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷ് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ കാറിൻ്റെ രൂപത്തിലോ ഇല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന വസ്തു അനുസരിച്ച് ഇല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അനുസരിച്ച് വരച്ച് പോകാൻ വേണ്ടിയാണ് മേക്ക് വിത്ത് മെഷ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വരച്ച് വെച്ചിരിക്കുന്ന കാറിൻ്റെ ഷേപ്പാണ്. ദണ്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാം. താഴത്തെ ഞാനൊന്ന് ഹൈഡ് ചെയ്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദണ്ട് ഇത് ഏകദേശം ഞാൻ ചുമ്മാ റഫായിട്ട് വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ മനോഹരമായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് രണ്ടും ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. താഴത്തെ ഹൈഡ് ചെയ്തേക്കാം. താഴത്തെ ആ ഇമേജ് ഹൈഡ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രൂപം വേണമെങ്കിലും വരച്ചെടുക്കാവുന്നതാണ്. വരച്ചെടുത്തിട്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മേക്ക് വിത്ത് മെഷ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ടും ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ വരയ്ക്കാൻ നേരം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ട ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഞാൻ ടെസ്റ്റ് എടുക്കുന്നു. അടുത്ത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ എഴുതുകയാണ്. ഇപ്പം ഹൈ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ഹൈ കൊടുക്കുകയാണ്. ക്യാപ്സ് ലോക്ക് കൊടുക്കാൻ നോക്കുക, അതാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, നോ പ്രോബ്ലം. ഹൈ കൊടുക്കുന്നു. ഞാൻ അടുത്തത് ചുമ്മാ കൊടുക്കുകയാണ്, പെർഫോമൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ കൊടുത്ത ശേഷം ഞാൻ ചെയ്യുന്നു, ഈ ഹൈ എടുത്ത ശേഷം ഞാൻ ഈ ഹൈ ഇവിടെ കൊടുക്കുക. ഇവിടെ ഹൈ എന്ന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി പോകാമെന്നാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഹൈ ഇവിടെ ഒറ്റ രീതിയിൽ വേണമെങ്കിൽ എഴുതി പോകാം, കുഴപ്പമില്ല. പക്ഷേ ഹൈ പെർഫോമൻസ് അപ്പോൾ നമുക്ക് എന്ത് ഓരോ പാർട്സായിട്ട് കാണാം. ഇവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ 2 സെപ്പറേറ്റ് പാർട്സ് ആക്കാം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആ പാത്ത് ഫൈൻഡർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത പോർഷനിൽ എന്ത് ചെയ്യുക, ഓരോ ടെസ്റ്റുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ആ ഒരു
ഇത് കാണിച്ചു തരാനാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈയിൽ സെലക്ട് ചെയ്യുന്നു, ഒബ്ജക്റ്റിൽ പോകുന്നു, എൻവലപ്പ്, മേക്ക് വിത്ത് മെഷ്. ഇതിനകത്ത് നമ്മൾ എത്രയാണോ ടെസ്റ്റ് ഉള്ളത് അതിനനുസരിച്ച് റോയും കോളവും കൊടുക്കാൻ നോക്കുക. ഇപ്പോൾ എനിക്ക് വേണ്ട ഇത് ഹൈ എന്നാണ്. ഹൈ എനിക്ക് ഇവിടെയാണ് വേണ്ടതെങ്കിൽ അപ്പോൾ ഹൈ എന്നുള്ള രീതി കൊടുക്കുമ്പോൾ ഒരു 4 ലെറ്റേഴ്സോളം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 4 കോളം എന്നുള്ള രീതി, നിരയും വരിയും നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ 4 ഇത് കൊടുക്കുക. റോ എനിക്ക് 4 എണ്ണം വേണ്ട, എനിക്ക് എന്ത് ചെയ്യാം, 2 എണ്ണം മതിയാകും. ഞാൻ ഈ പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ ഒന്ന് വലിപ്പം കൂട്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിപ്പം രീതിയിൽ കാണിക്കാം. ഇതിപ്പോൾ എത്ര വലിപ്പം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കിവിടെ കൊണ്ടിട്ട് വലുതാക്കാവുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുന്നു, വലിപ്പം ഒന്ന് കൂട്ടിയ ശേഷം മേക്ക് വിത്ത് മെഷ് കൊടുക്കാൻ നേരം ഇവിടെ പ്രിവ്യൂ കൊടുക്കാൻ നേരം നിങ്ങൾക്ക് കാണാം നിരയും വരിയും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നു, റോ ഞാൻ കുറച്ച് കൊടുക്കുകയാണ്. ഞാൻ ഒരു റോ മാത്രമേ കൊടുക്കുന്നുള്ളൂ, കാര്യം ഇവിടെ അത്ര എനിക്ക് റോയുടെ ആവശ്യമില്ല. ഇവിടുന്ന് ഇങ്ങനെ ചരിഞ്ഞു പോയാൽ മാത്രം മതിയാകും. അതുപോലെ തന്നെ കോളം മാത്രമാണ് ഞാൻ 4 ലെറ്റേഴ്സ് ഉള്ളത് കൊണ്ട് 4 കോളം കൊടുത്തത്. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. അത് ഞാൻ ഇവിടെ കൊണ്ടുവെക്കുകയാണ്. ഈ ഷേപ്പിനനുസരിച്ച് എനിക്ക് കൊണ്ടുവരാമെന്നുള്ളതേ ഉള്ളൂ. സൂമിൻ ചെയ്യുക, സ്കെയിൽ ചെയ്ത് കുറയ്ക്കുക. കുറച്ച ശേഷം എന്ത് ചെയ്യുന്നു, എനിക്ക് എച്ച് ഈ ഭാഗത്തേക്ക് വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എച്ചിൻ്റെ ഈ ഒരു പോയിൻ്റ് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. അപ്പം ഡയറക്റ്റ് സെലക്ഷൻ എടുത്തിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എനിക്ക് ഇങ്ങോട്ട് വലിച്ചു കൊടുക്കാം. ഈ പോയിൻ്റ് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ നടുക്കത്ത് കിടക്കുന്ന ആ ഒരു ആങ്കർ പോയിൻ്റ് ഇങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സാധനം വെച്ചാൽ ഈ ലെവലും താഴത്തെ ലെവലും ലെഫ്റ്റ്, അതായത് ഈ ഔട്ടർ ലെവലാണ് നിങ്ങൾ ശരിയാക്കി എടുക്കേണ്ടത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നടുക്കത്തെ കാര്യം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. ഈ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹാൻഡിൽ വരുന്നതാണ്. ഹാൻഡിലിനനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെ റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു ഹാൻഡിലിൻ്റെ ഇപ്പോൾ എച്ച് അങ്ങ് ഫ്ലിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ തിരിച്ചു കൊണ്ടുവരിക. ഹാൻഡിൽ ഇപ്പുറത്തോട്ട് വന്നുകൊണ്ടാണ് ഫ്ലിപ്പായത്. അപ്പോൾ ഹാൻഡിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഹാൻഡിലിനെ എന്ത് ചെയ്യുക, തിരിച്ചിങ്ങനെ ആക്കുക. അപ്പോൾ തിരിച്ച് ഇവിടോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഞാൻ ഓൾട്ട് ഹോൾഡ് ചെയ്യുന്നതിന് പകരം വിൻഡോയിലാണ് ക്ലിക്ക് ചെയ്തത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. കണ്ടോ, നടുക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും റീഅറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട്, അതായത് ഹൈ എന്ന് എഴുതിയേക്കുന്നത് കറക്റ്റായിട്ട്, ഇത് ടൈപ്പോഗ്രഫി ആയതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ വളവും ചരിവും ഒക്കെ ഉണ്ടാകും, അതൊരു വിഷയമേ അല്ല നമുക്ക്. അതുപോലെ തന്നെ അടുത്ത ലെറ്റർ ഏതാണ്, ഇപ്പോൾ പെർഫോമൻസ് എന്നുള്ളതാണെങ്കിൽ അതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവെക്കുന്നു. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒബ്ജക്റ്റ്, എൻവലപ്പ്, മേക്ക് വിത്ത് ടോപ്പ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ്, എൻവലപ്പ്, മേക്ക് വിത്ത് മെഷ് അങ്ങനെ കൊടുക്കാൻ നേരം നമ്മൾ എന്ത് ചെയ്യുന്നു, എത്ര കോളം ഉണ്ട് ഇതിനകത്ത്, ഇവിടെ അത്ര ലെറ്റേഴ്സ് ഉണ്ട്, ഒരു 8-9 ലെറ്റേഴ്സോളം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 9 എണ്ണം കൊടുക്കുന്നു, 3 എണ്ണം കൊടുക്കുന്നു. 3 എണ്ണം കുറച്ചുകൂടെ ഒന്ന് ഇവിടെ കുറച്ചുകൂടെ വലിപ്പം കൂടുതലായതുകൊണ്ടും കുറച്ചുകൂടെ ഇതാക്കാൻ വേണ്ടി 3 എണ്ണം കൊടുക്കണം നിർബന്ധമില്ല, 2 എണ്ണം ആയാലും മതി. പക്ഷേ കോളം കൂടുതൽ കൊടുക്കാൻ നോക്കുക. അതും ഇതേപോലെ തന്നെ ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, വലിപ്പം കൂട്ടാൻ നോക്കുക. സെലക്ഷൻ ടൂൾ എടുക്കുക, വലിപ്പം ഒന്ന് കൂട്ടി ഇങ്ങനെ വെക്കുന്നു. അതേപോലെ തന്നെ പഴയ പോലെ തന്നെ സെയിം ഔട്ടർ എഡ്ജ് റെഡിയാക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു പോവുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മാത്രം ഇങ്ങോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ, ഒറ്റയടിക്ക് വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് സെലക്ഷൻ എടുത്തിട്ട് എന്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഫുൾ വേണമെങ്കിൽ ഇങ്ങനെ നീക്കാവുന്നതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോവുക.
നമുക്കിപ്പോൾ ഞാനൊന്ന് ഹൈഡ് ചെയ്ത് കാണിക്കാം. ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ടയറിൻ്റെ ഭാഗം നമുക്ക് ചെയ്യണം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഞാൻ മുഴുവനും കാണിക്കുന്നില്ല, ജസ്റ്റ് എന്താണെന്നുള്ളത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഒബ്ജക്റ്റിനകത്ത് എൻവലപ്പിനകത്ത് പറയുന്നത് മേക്ക് വിത്ത് മെഷ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നത്. ടൈപ്പോഗ്രഫിയുടെ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ 1-2 എക്സാമ്പിൾ കാണിക്കാം. ഈ കാണിക്കുന്ന കാറായി കഴിഞ്ഞാൽ എല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളെ കാണിക്കാനായിട്ട് നെറ്റിൽ നിന്ന് എടുത്തതാണിത്. അതുപോലെ തന്നെ ഈ പറയുന്ന ബൈക്ക് ആയിക്കഴിഞ്ഞാലും എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ടെസ്റ്റുകൾ കൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലൊക്കെയുള്ളത് ട്രൈ ചെയ്യുക. ഓക്കെ, മേക്ക് വിത്ത് റാപ്പ് വരുന്നത് ഒബ്ജക്റ്റിനകത്ത് എൻവലപ്പിനകത്ത് ഫസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇത് സിമ്പിളാണ്, വേറൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുവാണ്. അപ്പോൾ വെൽക്കം എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത ശേഷം ഇതുപോലെ തന്നെ വലിപ്പമെല്ലാം കൂട്ടി ഷിഫ്റ്റ് ഹോൾഡ് കൊണ്ട് വലിപ്പം കൂട്ടുന്നു. ഒബ്ജക്റ്റ് എൻവലപ്പ് മേക്ക് വിത്ത് റാപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഡിഫോൾട്ടായിട്ട് കാണിക്കും. നമ്മൾ നേരത്തെ യൂസ് ചെയ്തതാണ് ഫ്ലാഗ്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കാണ് ആവശ്യമെങ്കിൽ ആർക്ക് കൊടുക്കാം. ആ ആർക്കിൻ്റെ തന്നെ എത്രമാത്രം ബെൻഡ് വരണം, ബെൻഡ് കൂടി വരണം കുറഞ്ഞ് വരണം എന്നൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ല മൈനസ് രീതിയിലാണ് തിരിച്ച് ബാക്കിലോട്ട് പോകും, അങ്ങനെ കൊടുക്കാം. ഡിഫോൾട്ട് ആവുകയാണെങ്കിൽ അതിൻ്റെ കാണിക്കില്ല, നിങ്ങൾ തിരിച്ച് മാറ്റിയിട്ടാലും മതിയാകും. വെർട്ടിക്കലി പോകണോ, അതിൻ്റെ ഡിസ്ട്രോഷൻ എത്ര വരണം, എല്ലാം അതിൻ്റെ പ്രിവ്യൂ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ തന്നെ ഡിഫോൾട്ട് വെർഷൻ, അതായത് നിങ്ങളിപ്പോൾ ആർക്ക് ലോവറാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഇമേജ് ഇവിടെ ലെഫ്റ്റ് കാണാവുന്നതാണ്. ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ വരുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളത്, സിമ്പിളാണ്. ഇൻ കേസ് നിങ്ങൾ ഓക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അതിൻ്റെ ഓപ്ഷൻ ഇവിടെ തന്നെ കാണിക്കുക എത്രയൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾക്കത് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും പോയിൻറ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് പെൻ ടൂളിനകത്ത് പോയ ശേഷം എന്ത് ചെയ്യാം, മറ്റേതിനകത്ത് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്ത മേക്ക് വിത്ത് മെഷീനകത്ത് അങ്ങനെ വേണമെങ്കിൽ ആഡ് ആങ്കർ പോയിൻറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ പോയിൻ്റ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ഉപയോഗിച്ചിട്ട് ആ പോയിൻ്റ് ഒന്ന് സെലക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ പോയിൻറ്റിന് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് മറ്റേ ഓപ്ഷനുകളിലും സാധ്യമാണ്. അപ്പോൾ അത്രയാണ് ഈ ഒരു എൻവലപ്പ് ഡിസ്ട്രോക്കിനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.